അഖിൽ, റൂബി, ലിസി, സിന്ധു. നിങ്ങളാരാ പാട്ട് പാടുന്ന നന്നായിട്ട്? താരക പെണ്ണാളെ കളിയാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കോര കോര പറിച്ചാട്ടെ. താരക പെണ്ണാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കോര കോര പറിച്ചോട്ടെ. തകതിമി താത്തിനന്തകത്തെയ്താര തകതിനന്തകത്തെയ്താര താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താര താത്തിനന്തകത്തെയ്താര തകതിനന്തകത്തെയ്താര താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താര. ഒരു ക്ലാപ്പുള്ളത്. അപ്പൊ നിങ്ങൾ ഇടക്കിടക്ക് ഇവിടെ പാട്ടൊക്കെ പാടാറുണ്ട്? അടിച്ചു പൊളിയാണ് ഇവിടെ. തമാശ പറയാം ആരെങ്കിലും? നമ്മൾ ഓൾറൗണ്ടറാണ്. തമാശ പറയും. ഒരു തമാശ പറഞ്ഞാൽ എന്ത് ഒരു സ്ത്രീ ലേഡി ഒരു ഷോപ്പിട്ട് കയറി വരികയാണ്. അപ്പൊ കയറി വന്നപ്പോഴത്തേനും ആ ലേഡിയോട് എക്സ്ക്യൂസ് മീ സാറിന് ചോദിച്ചു. അപ്പൊ സാറ് ചോദിച്ച് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പെണ്ണ് പറഞ്ഞു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെയാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഞാനൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണെന്ന് പറഞ്ഞു. അപ്പം അവളോട് ചോദിച്ചു സാലറി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ വേഗം തന്നെ ചാടി പറഞ്ഞു എനിക്ക് 18 രൂപ സാലറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ സാറ് ചോദിച്ചു അതെന്താ 18 രൂപ എന്ന് ചോദിച്ചു. അതെ, പിടുത്തവും വലിയ കൂടി കഴിയുമ്പോഴത്തേനും അത് 23 തീരും. അത് ഓടാട്ടോ, എന്താ ഒരു കോമഡി അല്ലേ? നല്ലൊരു തമാശയായിട്ട് തോന്നിയാണ്. അപ്പൊ തമാശ പറഞ്ഞിരിക്കും. നമുക്കൊരു ചേച്ചിക്ക് ഒരു ഫലൂതയാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാനൊരു 5 വില്ലന്മാരുടെ ഫോട്ടോ കാണിക്കും. സിനിമയിൽ 5 വില്ലന്മാരുടെ ഫോട്ടോ. അത് ആരൊക്കെയാന്ന് പറഞ്ഞത്? വില്ലന്മാരുടെ പേരെന്താന്ന് പറഞ്ഞത്? ആർട്ടിസ്റ്റിന്റെ പേരല്ല, വില്ലന്മാരുടെ പേര്. റൂബി ചേച്ചി നമ്മളൊന്ന് പൊളിക്കാൻ പോവാം. ഫസ്റ്റ് ഫോട്ടോ മണി. ഇത് ഏത് ക്യാരക്ടറിന്റെ പേരാ? വില്ലന്റെ പേരാ? ഇത് മറ്റേ ചോട്ടാ മുംബൈക്ക്. അത് തന്നെ. ചേട്ടൻ പറയൂ. ചോട്ടാ മുംബൈക്കകത്ത് അവിടെ ഉണ്ടോ? ചോട്ടാ മുംബൈയില് പേരാ കൊല്ലണ്ടാന്ന് പറഞ്ഞ. അല്ല കൊല്ലണ്ടാന്ന് പറയണല്ല, കലാഭവമണിയുടെ പേര് പറ. ഞാൻ പറ. ഓക്കെ, അന്ന് നമുക്ക് അടുത്ത് പിടിക്കാം. എന്നോട് വേണമെങ്കിൽ തിരിച്ചു വരാം. ഇതെല്ലാം പറഞ്ഞാലേ കേൾക്കുള്ളൂ കേട്ടാ. ഇത് പുതിയ പടം ഇപ്പഴത്തെ തുടരും. തുടരില്ല. പക്ഷേ പേര് അയ്യോ ഇയാളുടെ പേര് ജോസഫ് ഒരു പേരാ പോയിട്ട്. അവിടെ ഉത്തരം കിട്ടി. കലാഭവമണിയുടെ. ഓക്കെ, ഒരു താങ്ക്സ് പറഞ്ഞുതരാം. ഇത് ബാബയുടെ ക്യാരക്ടറിന് പേരാ. അതില് എന്താ പുള്ളിയുടെ പേര്? ജോൺ ഖോൻ. അയ്യോ ഇത് രാവണപ്രഭുല്. രാവണപ്രഭുല്ലോ. സിനിമ ദേവാസുരാണ്. വില്ലെന്താ പേരാണ് വില്ലിന്റെ? അയ്യോ മോഹൻലാൽ ഇവന്റെ പേര് പലവാശം വിളിക്കണ്ട്. മുണ്ടക്കൽ ശേഖരൻ. മുണ്ടക്കൽ ശേഖരൻ. അടുത്തത് ഇത് മമ്മൂട്ടി. മമ്മൂട്ടി വില്ലനായിട്ട് ആ തെറി പറയുന്ന സിനിമ അല്ലേ? അല്ല, ഇത് ഇച്ചിരി പഴയ പടം. മമ്മൂട്ടിയുടെ വിധേയൻ. സിനിമയുടെ പേരല്ലേ പറയാ? സിനിമയുടെ പേര് വിധേയൻ എന്നാ. ക്യാരക്ടർ നെയ്മ് നമുക്ക് വേണ്ടേ? സോറി. ഇതില് വിധേയല്ല മമ്മൂട്ടിയുടെ പേര്. വില്ലന്റെ പേരെന്ന് പറയാമോ? വിധേയല്ല. അല്ല, അത് ബാക്കിലല്ലേ. അതല്ല ചോദിച്ചേ. ഈ മമ്മൂട്ടിയുടെ പേരെന്താ? വിധേയൻ. ചേച്ചി പട്ടേലല്ലേ? പട്ടേല. ഒയ്യോ, നിങ്ങൾ ഇത്രയും പറഞ്ഞത് പറയണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. തമാശ പറഞ്ഞ ചേച്ചിക്ക് ഒരു സല്യൂട്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ ഈ മാസം? ഓണർ അല്ലേ? എന്താ പേര് പുള്ളിയുടെ? അപ്പൊ ഇവരുടെ സണ്ണി സാറിന്റെ ബർത്ത്ഡേ ആണ് ഈ മാസം. അപ്പോൾ ഇവരെല്ലാവരും കൂടി കേക്ക് മേടിച്ചു കൊടുക്കുന്ന പറയുന്നത്. അപ്പോൾ കേക്ക് ലിസ്റ്റ് നൽകുന്ന ഒരു കൂപ്പൺ. അപ്പോൾ സാന്ദ്രയുടെയും ബർത്ത്ഡേ ഈ മാസം ഉണ്ട്. അപ്പോൾ പുള്ളിക്കായിരിക്കും കേക്ക് ലിസ്റ്റ് നൽകുന്ന കേക്കിന്റെ ഒരു ഡിസ്കൗണ്ട്. താങ്ക് യു. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്. വിനോദ്, സുബിൻ, ആന്റണി,
എത്ര വർഷമായി? ഞാനിപ്പോ 22 വർഷമായി. 22 വർഷം. 6 കൊല്ലം. 30 വർഷം 30 വർഷമായി ഇതേ സ്റ്റാൻഡിൽ തന്നെ. ആ ഇത്തിരി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഒരു 30 വർഷത്തെ കഥ പറയാനുണ്ടാവും തൃപ്പൂണിത്തുറയിൽ. പിന്നെന്താ 30 വർഷത്തെ ചോദിച്ചോ? ഏറ്റവും വലിയ മാറ്റം എന്താ നിങ്ങൾ കണ്ടപ്പോ തൃപ്പൂണിത്തുറയിൽ ഈ 30 വർഷത്തിനിടെ? ഏറ്റവും മാറ്റം എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റുകൾ കുറെ വന്നിട്ടുണ്ട്. ആ. മിക്കടത്ത് നോക്കിയാൽ ഫ്ലാറ്റുകൾ. കുറെ ബ്ലോക്കുകളുണ്ട്. പിന്നെ വഴിയൊക്കെ ഒന്ന് റോഡിനൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. അങ്ങനെ തന്നെയുണ്ട്. സിനിമകളൊക്കെ കാണും. സിനിമകളൊക്കെ കാണും. നമ്മള് കാണാനുണ്ട്, മൊബൈലൊക്കെ കാണും. ഇപ്പൊ കാണാണ്ട് ആ ക്യാരക്ടറിന്റെ പേര് പടം കണ്ടാണ് ചോട്ടാവുമ്പോഴാണ് സിനിമ. ആ ചോട്ടാകുമ്പോഴാണ് സിനിമ. കലാഭമണിയുടെ ക്യാരക്ടർ ഇത് അതിന് മുമ്പ് വന്നതാ. ഇല്ല ഇവന്റെ പേരെന്താന്ന്? ആ അയ്യോ പേരുണ്ടല്ലോടാ. പിന്നെ പേരില്ലാണ്ട് ആളുണ്ടാവോ? ആളുടെ പേരല്ല. കലാഭമണിയുടെ പേരാ. അതിനകത്ത് മണി തന്നെ ആ പേര് പറയുന്നുണ്ട്. കൊല്ലും എന്ന് പറഞ്ഞാ കൊല്ലും എന്ന് പറയുന്നുണ്ട്. ആ അത് പറഞ്ഞോ. പറഞ്ഞില്ല. അപ്പൊ ഞാൻ അടുത്ത് കാണിക്കാം. എല്ലാം പറഞ്ഞാലേ സമ്മാനമുള്ളൂ കേട്ടോ. നമ്മള് അറിയാനുള്ള ആള് പോയി. ഓക്കെ ബാക്കിയുള്ള പഠിക്കാം. അടുത്ത ആളെ കാണിക്കാം. ആ ഇപ്പൊ തുടരുള്ള സിനിമയിലെ വില്ലനാ. ഞാൻ സിനിമ കാണാറില്ല. ഞങ്ങളെല്ലാരും ഫോണിൽ കാണുന്ന ആൾക്കാരാണ്. എടാ SI മറ്റേ പറയണ്ടല്ലോ നീ ജോർജ് സാറ്. ആ അത് തന്നെ ജോർ സാറ്. ജോർ സാറ് തന്നെയാ. അടുത്തത് ഇതൊക്കെ അറിയാമല്ലോ. ജോൺ ഹോനായി. ജോൺ ഹോൺ. ഇത് തമിഴ് പടമല്ലേ? ആ നീലാണ്ടന്റെ അടുത്ത് വിധേയത്തിലെ മമ്മൂട്ടി. വിധേയം സിനിമയിലെ മമ്മൂട്ടി. വിധേയൻ സിനിമയിലെ മമ്മൂട്ടി വലിയ പിടിയില്ല. പടം കണ്ടിട്ടില്ല. ഭീകരമില്ല. അറിയില്ല അറിയില്ലേ? കാണാറില്ല അല്ലേ? അയ്യോ. അപ്പൊ ഇതൊന്നും മിസ്സായി. ഇത് രണ്ടെണ്ണം മിസ്സായി. 3 കണ്ടു. 5 പറയണോ അല്ലേ? 5 പറയാം. അത് സാരിയില്ല. നിങ്ങൾ ആരെങ്കിലും കൂട്ടത്തിൽ ബർത്ത്ഡേ ഉണ്ട് ഈ മാസം? കർക്കിടക മറ്റേ ഇതില് പട്ടികളിലാണ് എന്താന്ന് പോലും മനസ്സിലായില്ല. പാവം. അയ്യോ കഷ്ടമുണ്ട്. അറിയില്ല. 5 മാസത്തിൽ എന്താണോ ചോദിച്ചത് ഉള്ളി എന്റെ അല്ല അതിന്റെ കള ഇവന്റെ മാസം. നമ്പറിൽ വൈഫിന്റെ ഉണ്ട് അടുത്ത മാസം ജൂലൈ. അതാ ഞാൻ ചോദിച്ചേ ജൂലൈയിൽ ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ? വൈഫിന്റെ ഉണ്ട്. ഫാമിലി ആരെങ്കിലും ബർത്ത്ഡേ ഓർത്തിരിക്കുന്നു. പെണ്ണ് കിട്ടിയത് മറക്കാൻ പാടില്ല, അറിയാൻ പാടില്ലേ? പറഞ്ഞോ. ഇത് പുള്ളിക്കാരന്റെ വൈഫ് ചോദിക്കും എന്റെ ബർത്ത്ഡേ എപ്പോഴാന്ന് പറയാന്ന് പറഞ്ഞാൽ പെട്ടില്ലേ? സുബിൻ ചേട്ടന്റെ ഭാര്യയുടെ ബർത്ത്ഡേക്ക് കേക്ക് നൽകുന്ന ഒരു ഡിസ്കൗണ്ട്. അപ്പൊ ഭാര്യയുടെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. താങ്ക് യു. അപ്പൊ എല്ലാവരും താങ്ക്സ്.